ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പട്ടവും നിർമ്മാണത്തിൽ വിജയഗാഥ രചിച്ച് നീതു എന്ന തുഷാര. കൊല്ലം ആദിച്ചനല്ലൂർ പ്ലാക്കോട് കൈത്തറി ജംഗ്ഷനിൽ പുണർദത്തിൽ ബിനീഷിന്റെ ഭാര്യ തുഷാരയാണ് വെഞ്ചാമരവും ആലവട്ടവും നിർമ്മിച്ച് ജീവിതപാതയിൽ മറ്റൊരു ലോകം സൃഷ്ടിക്കുന്നത്. ഡിഗ്രി പഠനത്തിന് ശേഷം ഇനി എന്തെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചാലോ എന്ന ആലോചന തുഷാരയ്ക്കുണ്ടായത്. അങ്ങനെയാണ് 2016 കരകൗശല വസ്തു നിർമ്മാണത്തെക്കുറിച്ച് അറിയുന്നതും അത് പഠിക്കണമെന്ന ആഗ്രഹം ഉടലെടുക്കുകയും ചെയ്തത്. തുടർന്നാണ് കൊട്ടിയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ട്രെയിനിങ്ങിന് ചേർന്ന് ക്രാഫ്റ്റ് വർക്ക് പഠിച്ചത്. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ സംരംഭം തുടങ്ങാൻ മൂലധനം കണ്ടെത്താനാകാതെ ആഗ്രഹങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കോവിഡ് കാലത്ത് വെറുതെ വീട്ടിലിരുന്ന് മടുത്തതോടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുഴിച്ചുമൂടിയിരുന്ന ചിത്രരചനയും ക്രാഫ്റ്റ് നിർമ്മാണവും പൊടിതട്ടിയെടുത്ത് പരിശീലനം പുനരാരംഭിച്ചു. ജീവിതത്തിനോടൊപ്പം തന്നെ എനിക്കൊരു കുടുംബ സംരംഭമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ എനിക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖലയിലേക്കാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ പഠിച്ചിട്ടുള്ള ഒരു കൈത്തൊഴിലായ ഒരു നെറ്റിപ്പട്ട നിർമ്മാണം ഇപ്പോൾ എൻ്റെ ഒരു ഉപജീവന മാർഗമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മറ്റുള്ള വീട്ടമ്മമാരെയും വീട്ടിലിരിക്കുന്ന മറ്റ് ജോലിയില്ലാതിരിക്കുന്ന വീട്ടമ്മമാരാണല്ലോ കൂടുതലും, അവർക്ക് കൂടി എന്തെങ്കിലും ഒരു പ്രചോദനമാവട്ടെ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അത് എനിക്ക് നല്ല രീതിയിൽ സഹായമായിട്ടുള്ളത് കുടുംബശ്രീ മിഷൻ വഴി ഞങ്ങളുടെ ചെയർപേഴ്സണും കൗൺസിലറും ഞങ്ങളുടെ വാർഡ് മെമ്പറും എല്ലാം എന്നോടൊപ്പം നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇത് പഠിച്ചിട്ട് ഞാനൊരു 7-8 വർഷത്തോളമായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്ക് ഇതിൻ്റെ ഓരോ മെറ്റീരിയൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എക്സ്പെൻസ് ആവും. അതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം എനിക്ക് ഇതൊരു വഴി തുറന്നു തന്നത് എൻ്റെ കുഞ്ഞമ്മയാണ്, അതായത് ഹസ്ബൻഡ് അമ്മയുടെ അനുജത്തിയാണ്. ആദ്യമായിട്ട് എനിക്കൊരു മൂലധനം തരികയും ഞാൻ അതിനകത്തുനിന്ന് ഒരു നെറ്റിപ്പട്ട ഉണ്ടാക്കി കൊട്ടാരക്കര ഗണപതിക്ക് ഉണ്ണി ഗണപതിക്കാണ് ഞാൻ ആദ്യമേ സമർപ്പിച്ചത്. അതിനുശേഷം കുഞ്ഞമ്മയ്ക്ക് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കുകയും അതുവഴി എനിക്ക് പല ഓർഡറുകൾ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലുള്ളവർ, ഹസ്ബൻഡ് തന്നെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിനും. എന്ത് വേണമെന്ന് പറഞ്ഞാൽ തന്നെയും ഇപ്പം മെറ്റീരിയൽസ് മേടിക്കാൻ പോകണമെങ്കിൽ തന്നെ അത് തിരക്കി നടന്ന് എനിക്കത് വാങ്ങിച്ച് തരാറുണ്ട്. ആഴ്ചയിൽ ഗ്രാമപഞ്ചായത്തിലൊരു കുടുംബശ്രീ 4-ാം വാർഡ് കുടുംബശ്രീയിലൊരു സഖി എന്ന കുടുംബശ്രീയിലെ അംഗമാണ് ഞാൻ. തിരികെ സ്കൂളിലേക്ക് എന്നുള്ള ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കുകയും അതിലൂടെ ടീച്ചേഴ്സ് എന്നെ നല്ല രീതിയിൽ ഇത് സംരംഭം ടാലൻ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചെയർപേഴ്സൺ ഷേർലി സ്റ്റീഫൻ, ഞങ്ങളുടെ വാർഡ് മെമ്പറായ കലാദേവി, ഞങ്ങളെ കൗൺസിലറായ മഞ്ജു മാഡം, ഇവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടാണ്. മാക്സിമം എനിക്ക് നല്ല രീതിയിൽ ഓർഡർ എടുക്കാനും ഒക്കെ ആരെങ്കിലും ഇപ്പം വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ആൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ബിൻഷാര ക്രാഫ്റ്റ്സ്, എൻ്റെ സംരംഭത്തിൻ്റെ പേരാണ് ബിൻഷാര ക്രാഫ്റ്റ്സ്, ആൾക്കാർ തിരക്കി വരികയും വിളിച്ച് നമുക്ക് ഓർഡർ തരിക. അവർക്ക് ആരെങ്കിലും വന്നാൽ തന്നെയും ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ തന്നെയും എനിക്ക് ആ ഓർഡർ എന്നിൽ എത്തിക്കാനായിട്ട് അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കഴിവിലൂടെ എന്ത് സമ്പാദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ കണ്ടെത്തേണ്ടത്. ഞാൻ ഈ ചെയ്യുന്ന സംരംഭം എനിക്കൊരു മുതൽക്കൂട്ടാണ്, എൻ്റെ ഒരു വരുമാന മാർഗമാണ്. ഇപ്പം നല്ല രീതിയിൽ സമ്പാദിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. തുഷാരയുടെ കഴിവുകൾ കണ്ടെത്തിയ ഭർത്താവിൻ്റെ ചെറിയമ്മ ആദ്യമായി ഒരു നെറ്റിപ്പട്ടത്തിന് ഓർഡർ നൽകി അഡ്വാൻസായി കുറച്ചു പണം നൽകുകയും ചെയ്തു. ഇതായിരുന്നു തുഷാര എന്ന സംരംഭകയുടെ ആദ്യ മൂലധനം. അങ്ങനെ ആദ്യമായി നിർമ്മിച്ച നെറ്റിപ്പട്ടം കൊട്ടാരക്കര ഗണപതിക്ക് സമർപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീടൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് തുഷാര പറയുന്നത്. ഭർത്താവിൻ്റെ അകമഴിഞ്ഞ പിന്തുണ കൂടിയായപ്പോൾ സംരംഭം 100% വിജയം കൈവരിച്ചു. പിന്നീട് വ്യാവസായികമായി നിർമ്മാണം കൂട്ടുകയും വിപണി കണ്ടെത്തുന്നതിനുമുള്ള മാർഗം തേടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തുഷാര അംഗമായിട്ടുള്ള ആദിച്ചനല്ലൂർ 4-ാം വാർഡിലെ സഖി എന്ന കുടുംബശ്രീ അംഗങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം കൂടി ആയതോടെ ആത്മധൈര്യം വർദ്ധിച്ചു. തുടർന്ന് കുടുംബശ്രീ മിഷനിൽ തുഷാര ഫുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന പേരിൽ സ്ഥാപനം രജിസ്റ്റർ ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ, മറ്റംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവരുടെ പിന്തുണ ലഭിച്ചതോടെ ആത്മധൈര്യം കൂടി. പിന്നീട് തുഷാര മുൻപ് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച ചമ്മന്തിപ്പൊടി, അച്ചാറുകൾ, മറ്റു പലഹാര നിർമ്മാണവും വിപുലപ്പെടുത്തുകയും ചെയ്തു.
ഞാൻ ആദിച്ചല്ലൂർ കുടുംബശ്രീ ഗ്രാമപഞ്ചായത്തിലെ ഒരു കുടുംബശ്രീ 4-ാം വാർഡ് കുടുംബശ്രീയിലെ ഒരു സഖി എന്ന കുടുംബശ്രീയിലെ അംഗമാണ് ഞാൻ. തിരികെ സ്കൂളിലേക്ക് എന്നുള്ള ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കുകയും അതിലൂടെ ടീച്ചേഴ്സ് എന്നെ നല്ല രീതിയിൽ ഇത് സംരംഭം ടാലൻ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചെയർപേഴ്സൺ ഷേർലി സ്റ്റീഫൻ, ഞങ്ങളുടെ വാർഡ് മെമ്പറായ കലാദേവി, ഞങ്ങളെ കൗൺസിലറായ മഞ്ജു മാഡം, ഇവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടാണ്. പിന്നെ ഖിലയിൽ പഠിപ്പിക്കുന്ന കൊട്ടാരക്കര ഖിലയിൽ പഠിപ്പിക്കുന്ന, അതായത് നമ്മുടെ ഇതേ കണക്ക് എന്തെങ്കിലും കൈത്തൊഴിലൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ധന്യ എന്ന് പറയുന്ന മാഡം ഉണ്ട്. ആ മാഡം നല്ല രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം എനിക്ക് നല്ല രീതിയിൽ ഓർഡർ എടുക്കാനും ഒക്കെ ആരെങ്കിലും ഇപ്പം വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ആൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും, പിന്നെ ബിൻഷാര ക്രാഫ്റ്റ്സ്, എൻ്റെ സംരംഭത്തിൻ്റെ പേരാണ് ബിൻഷാര ക്രാഫ്റ്റ്സ്, അങ്ങനെ പറയുകയും ആൾക്കാർ തിരക്കി വരികയും വിളിച്ച് നമുക്ക് ഓർഡർ തരിക. അവർക്ക് ആരെങ്കിലും വന്നാൽ തന്നെയും ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ തന്നെയും എനിക്ക് ആ ഓർഡർ എന്നിൽ എത്തിക്കാനായിട്ട് അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഓൺലൈൻ വഴിയും ഓർഡറുകൾ ലഭിച്ചു തുടങ്ങിയതായി തുഷാര പറഞ്ഞു. നാം പഠിച്ചിട്ടുള്ള ചെറുതോ വലുതോ ആയ ഏത് സംരംഭങ്ങളും അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ചെയ്യുകയും അതിന് മാർക്കറ്റ് കണ്ടെത്താനാവുകയും ചെയ്താൽ നല്ലൊരു വരുമാന മാർഗം കണ്ടെത്താനാകും. നമ്മളുടെ കഴിവിലൂടെ എന്ത് സമ്പാദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ കണ്ടെത്തേണ്ടത്. നമുക്ക് ഒരു വേസിൽ നിന്നും ഒരു പൂവുണ്ടാക്കി, ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നൊരു പൂവുണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്. അത് എങ്ങനെയാണ് പുറത്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളതും അത് എത്ര മനോഹരമായിട്ട് ചെയ്യാൻ കഴിവുള്ളവരായാലും വീട്ടിൽ ഇരിക്കുന്ന കുറച്ച് സമയം മതി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പം എന്തിനും ഏതിനും ഒരു ചെറിയ അവസരം കൂടി അത് നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. നമുക്ക് ഒന്നും ചെറുതായി കാണണ്ട, എന്താണോ നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. അത് നമുക്കൊരു വീട്ടിലിരുന്നൊരു വരുമാനമായി മാക്കി മാറ്റാനുള്ള ഒരു അവസരം നിങ്ങൾ കണ്ടെത്തണം. തൻ്റെ അനുഭവം തന്നെയാണ് ഇതിന് ഉദാഹരണമെന്നാണ് പഠനശേഷം സർക്കാർ ജോലി കാത്തിരിക്കുന്നവരോടും അല്ലാത്തവരോടും തുഷാരയ്ക്ക് പറയാനുള്ളത്. റിപ്പോർട്ടർ സുബീഷ്, കോട്ടവട്ടം. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-നബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-നബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.